ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നാളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കർശന സുരക്ഷ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങൾ. പരാക്രം ദിവസ് ആഘോഷങ്ങൾ മറ്റന്നാൾ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ 78ാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡെന്നിസ് ഫ്രാൻസിസിന്റെ ഇന്ത്യ സന്ദർശനത്തിന് നാളെ തുടക്കം. കേരളത്തിലെ സഹകരണ മേഖല രാജ്യത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര തുടരുന്നു. ഇന്ത്യൻ ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണ കൊറിയയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. അയോധ്യയിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നാളെ നടക്കും. പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ അയോധ്യയിലെത്തും. ഉച്ചയ്ക്ക് 12 മണി മുതലാണ് പ്രധാനമന്ത്രി പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തരാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകളിൽ പങ്കെടുക്കാനായി അയോധ്യയിലേക്ക് എത്തുന്നത്. കർശന സുരക്ഷാ വലയത്തിലാണ് അയോധ്യയും പരിസര പ്രദേശങ്ങളും. വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രോൺ സുരക്ഷയുൾപ്പെടെയുള്ളവ വിന്യസിച്ചിട്ടുണ്ട്. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ക്ഷേത്രത്തിൽ പൂജാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വിവിധ പുണ്യനദികളിലെ ജലം ഉപയോഗിച്ചുള്ള വിഗ്രഹ സ്നാന ചടങ്ങുകളും നടക്കുകയാണ്. വിഗ്രഹ പ്രതിഷ്ഠയ്ക്കുള്ള രാമയന്ത്രം തയ്യാറാക്കിയത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ചിദംബര ശാസ്ത്രിയാണ്. പുരാതന സംസ്കൃത ലിപിയിൽ ആത്മീയ പ്രാധാന്യമുള്ള മന്ത്രങ്ങളാണ് രാമയന്ത്രത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി നാളെ രാവിലെ 10-ന് 50-ലധികം സംഗീത ഉപകരണങ്ങൾ നിരത്തിയുള്ള മംഗളധ്വനി നടക്കും. 18 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ 2 മണിക്കൂർ നീളുന്ന സംഗീതാർച്ചനയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോകമെമ്പാടുമുള്ള എല്ലാ ഭാരതീയരെയും ഒന്നിപ്പിക്കുന്നതാണ് രാംലല്ല പ്രതിഷ്ഠാ ചടങ്ങുകളെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ പറഞ്ഞു. അതിൽ തെക്ക് വടക്ക് ഭേദമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഷ്ട്രീയ കാരണങ്ങളാൽ ചില മതമേധാവികളും പാർട്ടികളും പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും അവരുടെ അണികൾ ശ്രീരാമനോട് ഒപ്പമാണെന്നും അലോക് കുമാർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീരാമനെക്കുറിച്ചുള്ള 3 ഭക്തിഗാനങ്ങൾ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. അനുരാധ പഡ്വാൾ ആലപിച്ച ഗാനവും ശങ്കർ മഹാദേവൻ രചിച്ച രാമഗാനവും ഭാർഗവി വെങ്കട്രാം രചിച്ച ശ്രീരാമനെക്കുറിച്ചുള്ള ഒരു തമിഴ് ഗാനവുമാണ് പ്രധാനമന്ത്രി പങ്കുവച്ചത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നാളെ പ്രത്യേക പൂജകളോ അന്നദാനമോ നടത്തുന്നതിന് യാതൊരു വിലക്കുകളുമില്ല എന്ന് വ്യക്തമാക്കി തമിഴ്നാട് സർക്കാർ. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ അന്നദാനം നടത്താവുന്നതാണെന്ന് മന്ത്രി പി.കെ. ശേഖർ ബാബു അറിയിച്ചു. പ്രതിഷ്ഠയോടനുബന്ധിച്ച് നാളെ ചെന്നൈ വിരുഗമ്പാക്കത്തെ ശ്രീരാമ വൈഭവം ഗുരുകുലത്തിൽ പ്രത്യേക പൂജകൾ നടത്തും. കൂടാതെ കാഞ്ചീപുരത്തെ ആഘോഷങ്ങളിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. 9 ദിവസം നീണ്ടു നിൽക്കുന്ന പരാക്രം ദിവസ് ആഘോഷങ്ങൾ മറ്റന്നാൾ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ വൈവിധ്യം പ്രദർശിപ്പിക്കുന്നതിനായി ടൂറിസം മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഭാരത് പർവിന് പ്രധാനമന്ത്രി ഡിജിറ്റലായി ആരംഭം കുറിക്കും. INA ഭടന്മാരെ ചടങ്ങിൽ ആദരിക്കും. ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് സന്ദർശകർക്ക് പ്രവേശനം സൌജന്യമായിരിക്കും. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ആദരിച്ചുകൊണ്ട് 2021 മുതലാണ് രാജ്യം പരാക്രം ദിവസ് ആചരിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ 9 വർഷത്തിനിടെ രാജ്യത്ത് 30 പുതിയ ക്യാൻസർ ചികിത്സാ ആശുപത്രികൾ തുറന്നിട്ടുണ്ടെന്നും 10 പുതിയ ആശുപത്രികളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഗുജറാത്തിലെ ഖോഡൽധാം ട്രസ്റ്റ് ക്യാൻസർ ആശുപത്രിയുടെ ശിലാസ്ഥാപന ചടങ്ങിൽ വീഡിയോ സന്ദേശത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗുരുതര രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ടവരെ സഹായിക്കാനാണ് സർക്കാർ ആയുഷ്മാൻ ഭാരത് യോജനയുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്ന് ശ്രീ മോദി പറഞ്ഞു. ദേശീയ ബാല പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. കല, സംസ്കാരം, ധീരത, സാമൂഹിക സേവനം, കായികം തുടങ്ങിയ മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച 5-നും 18-നും ഇടയിൽ പ്രായമുള്ള 19 കുട്ടികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. പുരസ്കാര ജേതാക്കളിൽ 10 പെൺകുട്ടികളും 9 ആൺകുട്ടികളുമാണ് ഉള്ളത്. മഹാരാഷ്ട്രയിലെ നന്ദുർബാർ ജില്ലയിൽ നിന്നുള്ള ആദിത്യ ബ്രാഹ്മണിക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം സമ്മാനിക്കുക. 2 പേരുടെ ജീവൻ രക്ഷിച്ച ധീരമായ പ്രവൃത്തിക്കാണ് പുരസ്കാരം. കേരളത്തിലെ സഹകരണ മേഖല രാജ്യത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ബാങ്ക് മാതൃക പഠിക്കാൻ മറ്റ് സംസ്ഥാനങ്ങൾ എത്തുകയാണ്. വായ്പ നൽകുന്നതിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നതിലേക്കും മറ്റു മേഖലകളിലേക്കും ചുവടുറപ്പിച്ച സഹകരണ മേഖല നാടിന്റെ മാറ്റത്തിനും സാമൂഹിക വളർച്ചയ്ക്കും അടിത്തറ പാകുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 9ാം സഹകരണ കോൺഗ്രസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
സഹകരണ നിയമത്തിന്റെയും ചട്ടങ്ങളുടെയും പിൻബലത്തോടെയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനമായി കേരള ബാങ്ക് മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARNews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിലെ വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു. വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരിയിലും നടന്ന സങ്കല്പ യാത്രയിൽ മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ MP പങ്കെടുത്തു. മലപ്പുറം ജില്ലയിലെ നഗരമേഖലകളിലൂടെയുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് പൊന്നാനി നഗരസഭയിലെ ചന്തപ്പടിയിൽ സ്വീകരണം നൽകി. അതേസമയം വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ പര്യടനം അവസാന ഘട്ടത്തിലേക്ക്. ഇന്ന് PTP നഗറിലായിരുന്നു പര്യടനം. തലസ്ഥാന ജില്ലയിലെ പര്യടനം മറ്റന്നാൾ സമാപിക്കും. വികസിത് ഭാരത് സങ്കല്പ് യാത്ര രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള അവബോധം നൽകാനുള്ള വിവര വിജ്ഞാന വിനിമയ പ്രവർത്തനങ്ങൾക്കൊപ്പം പദ്ധതികളിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്ന പരിപാടിയും പുരോഗമിക്കുകയാണ്. ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ഫൈനലിൽ ദക്ഷിണ കൊറിയയുടെ കാങ് മിൻ ഹ്യൂക്ക് സിയോ സിയോങ് ജെ സഖ്യത്തിന് ജയം. ഇന്ത്യൻ പുരുഷ ഡബിൾസ് ജോഡികളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ്, റങ്കിറെഡ്ഡി സഖ്യമായിരുന്നു എതിരാളികൾ. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ 78ാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡെന്നിസ് ഫ്രാൻസിസിന്റെ ഇന്ത്യ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് ജനുവരി 26 വരെ നീണ്ടുനിൽക്കുന്ന 5 ദിവസത്തെ സന്ദർശനം. വിശദാംശങ്ങളിലേക്ക്. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി ഡെന്നിസ് ഫ്രാൻസിസ് വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. ഐക്യരാഷ്ട്രസഭയുടെ സമൂല പരിഷ്കരണം, സുരക്ഷാ സമിതി വിപുലീകരണം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഫ്രാൻസിസിന്റെ ഇന്ത്യ സന്ദർശനം ഇന്ത്യയും ഐക്യരാഷ്ട്രസഭയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള സവിശേഷ അവസരമാണ് നൽകുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യ ഉൾപ്പെടുന്ന ദക്ഷിണ മേഖല നേരിടുന്ന ആഗോള പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനും ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഐക്യരാഷ്ട്രസഭയുമായുള്ള പങ്കാളിത്തം മെച്ചപ്പെടുത്താനുള്ള അവസരം കൂടിയാണ് ഡെന്നിസ് ഫ്രാൻസിസിന്റെ ഇന്ത്യ സന്ദർശനമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി അദ്ദേഹം ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിൽ സംസാരിക്കും. 26-ന് മഹാരാഷ്ട്രയിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനത്തിന്റെ അതിഥിയായി പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഉഗാണ്ടയിലെ കമ്പാലയിൽ നടക്കുന്ന 3ാമത് ദക്ഷിണ ഉച്ചകോടിയുടെ ഉദ്ഘാടനത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ പങ്കെടുത്തു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ബോട്സ്വാന വിദേശകാര്യമന്ത്രി ഡോക്ടർ ലെമോഗാങ് കോപ്പയുമായും കൂടിക്കാഴ്ച നടത്തി. കൃഷി, ഭക്ഷ്യസംസ്കരണം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായുള്ള ബോട്സ്വാന വിദേശകാര്യമന്ത്രിയുടെ ആശയങ്ങളെ ശ്രീ V മുരളീധരൻ അഭിനന്ദിച്ചു. ഒമാൻ രാഷ്ട്രീയകാര്യ അണ്ടർ സെക്രട്ടറി ഖലീഫ അൽ ഹാർത്തിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഉഗാണ്ടയുടെ സാമ്പത്തിക വികസനത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകിയ ഇന്ത്യൻ വംശജരെ പ്രസിഡന്റ് മുസേവിനി പ്രശംസിച്ചു. കമ്പാലയിൽ നടന്ന ചേരിചേര നയ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈദി അമീന്റെ ഭരണകാലത്ത് ഏഷ്യക്കാരെ, പ്രത്യേകിച്ചും ഇന്ത്യൻ ഉഗാണ്ടക്കാരെ രാജ്യത്തു നിന്നും പുറത്താക്കിയത് സർക്കാർ ചെയ്ത ഖേദകരമായ തെറ്റാണെന്ന് പ്രസിഡന്റ് മുസേവിനി അംഗീകരിച്ചു. ഇന്ത്യയുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതുൾപ്പെടെയുള്ള അമീന്റെ നടപടികൾ ഉഗാണ്ടയെ പ്രതികൂലമായി ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ ഇന്ന് തകർന്നു വീണ വിമാനം ഇന്ത്യൻ വിമാനമല്ലെന്ന് വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇന്ത്യയിൽ നിന്ന് മോസ്കോയിലേക്ക് പറന്ന ഇന്ത്യൻ വിമാനം അഫ്ഗാനിസ്ഥാനിൽ അപകടത്തിൽപ്പെട്ടതായി അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ വിശദീകരണം. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് സഹമന്ത്രി A നാരായണസ്വാമി 2 ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനത്തിനായി അഗത്തി ദ്വീപിൽ എത്തിച്ചേർന്നു. നാളെ കവരത്തി ദ്വീപിൽ തത്സമയം പ്രദർശിപ്പിക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾ സദസ്സിനോടൊപ്പം അദ്ദേഹം വീക്ഷിക്കും. ഉച്ചയോടെ വികസിത് ഭാരത് സങ്കല്പ് പരിപാടികളുടെ ഭാഗമായി കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സഹമന്ത്രി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നാളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കർശന സുരക്ഷ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങൾ. പരാക്രം ദിവസ് ആഘോഷങ്ങൾ മറ്റന്നാൾ ഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ 78ാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡെന്നിസ് ഫ്രാൻസിസിന്റെ ഇന്ത്യ സന്ദർശനത്തിന് നാളെ തുടക്കം. കേരളത്തിലെ സഹകരണ മേഖല രാജ്യത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര തുടരുന്നു. ഇന്ത്യൻ ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണ കൊറിയയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.